അസ്സലാമലൈക്കും. നമ്മൾ സാധാരണയായി ഉണ്ടാക്കുന്ന ദോശയിൽ നിന്നും വ്യത്യസ്തമായൊരു ദോശയാണ് ചെറുപയർ ദോശ. നമ്മുടെ കൂട്ടത്തിൽ ചിലരുടെയെങ്കിലും വീട്ടിൽ കുട്ടികൾ ചെറുപയർ കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ പോലുള്ള ഒരു ചെറുപയർ ദോശ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുപയറാണ്. ചെറുപയർ ഫ്രഷ് ആയിരിക്കണം, അപ്പോഴാണ് ദോശയ്ക്ക് നല്ല പച്ച കളർ വരുന്നത്. ചെറുപയറിന് പഴക്കം ചെന്നിട്ടുണ്ടെങ്കിൽ ദോശയുടെ നിറം ലൈറ്റ് പച്ചയായിട്ട് വരും കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് പച്ചരി, സാധാരണ പച്ചരിയും ചേർത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 4-5 തവണ കഴുകുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകിയെടുക്കുക. പിന്നീടാണ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടത്. നേരം വെളുത്ത് നോക്കുമ്പോഴേക്കും അരിയും ചെറുപയറൊക്കെ നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് ഈ വെള്ളം ഊറ്റി മാറ്റണം കേട്ടോ. അതിനുശേഷമാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്. ഞാനിത് ഒരൊറ്റ തവണയായിട്ടാണ് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുപയറും അരിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില ഇതും കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ഇത് അരയാനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇത് ഒരു ബൗളിലേക്കായിട്ട് മാറ്റി കൊടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മാവിന് നല്ലപോലെ തിക്കായിട്ടാണ് മാവ് ഇരിക്കുന്നത് എങ്കിൽ അല്പം വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി കൊടുക്കാം. ഇതിനെ ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ ഈ ദോശയിലേക്കുള്ള ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു ബീട്രൂട്ടിന്റെ പകുതിയാണ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലേക്കായിട്ട് ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരവേതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, അരയാനാവശ്യമായ വെള്ളം ഒഴിച്ച് 1-2 തവണയായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി ചട്നി തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നീട് അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, ഇത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്താൽ ബീട്രൂട്ട് ചട്നി തയ്യാറായി കഴിഞ്ഞു. ചട്നി ഒന്ന് ചെറിയ രീതിക്കെങ്കിലും തിളക്കണം കേട്ടോ. കാരണം ബീട്രൂട്ട് പച്ചയാണ്, അല്ലെങ്കിൽ ഒരു പച്ചച്ചുവ വരും. അതിന് വേണ്ടിയിട്ടാണ് തിളക്കണം എന്ന് പറയുന്നത്. ശേഷം ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. വളരെ ചെറിയ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുള്ള പാചകമാണെങ്കിൽ എണ്ണ ചൂടായി ഇതിലേക്കായിട്ട് വല്ലതും ഒഴിച്ചു കൊടുക്കുന്ന സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഈ എണ്ണയിലേക്ക് തീ ആളിപ്പടരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ഇതിനായിട്ട് ചൂടായൊരു പാനിലേക്ക് മാവ് കോരി ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ചട്ടിയിലെ ചൂടൊന്ന് ക്രമീകരിക്കണം. അതിനുവേണ്ടി അല്പം വെള്ളം കുടഞ്ഞതിന് ശേഷം അതൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു തുണി കൊണ്ടോ തുടച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മാവ് കോരി ഒഴിക്കേണ്ടത്. ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ദോശയുടെ മുകളിലായിട്ടുള്ള ഈ വെള്ളമയം ഇതൊന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് അല്പം നെയ്യ് തടവി കൊടുക്കാം. പിന്നീട് സ്പൂണിന്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതിന് മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. അരികുവശം ചട്ടിയിൽ നിന്നും പൊങ്ങി വന്നാൽ, അതായത് വിട്ടിങ്ങനെ നിന്നാൽ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് തന്നെ ദോശയെ എടുത്ത് മാറ്റാം. ഇതാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ദോശ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയ ചെറുപയർ ദോശ നമുക്ക് നമ്മുടെ മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത്. ബൈ. അസ്സലാമു അലൈക്കും.